10 വർഷം കൊണ്ട് എങ്ങനെ കോടീശ്വരനാകാം? ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 10 വർഷം കൊണ്ട് 1 കോടി രൂപ എന്ന ടാർഗറ്റിലേക്ക് എത്താൻ ഒരു നല്ല ഓപ്ഷൻ ഉണ്ട്. അതാണ് മ്യൂച്വൽ ഫണ്ട് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ആദ്യമായി എന്താണ് SIP എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സാധാരണ മാസത്തിൽ ഒരിക്കലാണ് ആളുകൾ SIP ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, SIPയിൽ നിക്ഷേപിക്കുന്ന എമൗണ്ട് എത്ര ചെറുതായാലും കുറേ വർഷം കഴിയുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കാൻ കഴിയാത്തത്ര വലിയ സംഖ്യയായി വളരും. 10 വർഷം കൊണ്ട് 1 കോടി രൂപ സേവ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് അതിനുള്ള ഉത്തരം. ഇക്വിറ്റി നിക്ഷേപങ്ങൾ പൊതുവെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് അഥവാ കടപ്പത്രങ്ങളെക്കാൾ ഉയർന്ന റിട്ടേൺസ് തരുന്നു. ഇവിടെ റിസ്ക് കൂടുതലാണെങ്കിലും ലോങ് ടൈമിലേക്ക് ഇക്വിറ്റീസ് നിങ്ങൾക്ക് വമ്പൻ റിട്ടേൺസ് തരുന്നു. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ, എത്രയധിക കാലം നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അത്രയും അധികം റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലുള്ള 2 കാറ്റഗറികളാണ് ലാർജ് ക്യാപ്പ് ഫണ്ട്സുകളും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്സുകളും. കഴിഞ്ഞ 10 വർഷത്തിൽ ഈ 2 ഫണ്ട് ടൈപ്പുകൾ തന്ന SIP റിട്ടേൺസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ 10 വർഷം കൊണ്ട് കൊടുത്ത SIP റിട്ടേൺസ് 12.19% ആണെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഇതേ 10 വർഷത്തിൽ കൊടുത്തത് 13.8% റിട്ടേൺസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിലുള്ള റിസ്ക് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് 9%-നും 12%-നും ഇടയിലായിരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. മാസം എത്ര രൂപ SIP അടച്ചാലാണ് 10 വർഷം കൊണ്ട് 1 കോടി രൂപ എന്ന ടാർഗറ്റിലേക്ക് എത്താൻ കഴിയുക? ആദ്യമായി 9% റിട്ടേൺസ് കിട്ടുമെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ അടയ്ക്കേണ്ട SIP എമൗണ്ട് 52,400 രൂപയാണ്. ഇനി റിട്ടേൺസ് 10% ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിലോ? ആ ഒരു കേസിൽ എല്ലാ മാസവും 50,100 രൂപയാണ് നിങ്ങൾ SIP ആയി അടയ്ക്കേണ്ടത്. അടുത്തതായി 11% റിട്ടേൺസ് കിട്ടുന്നുവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട മന്ത്ലി SIP എമൗണ്ട് 47,500 രൂപയാണ്. ഇനി റിട്ടേൺസ് 12% ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിലോ? ആ ഒരു സെനാരിയോയിൽ നിങ്ങൾ എല്ലാ മാസവും SIP ആയി അടയ്ക്കേണ്ടത് 44,700 രൂപയാണ്. ഇത്ര വലിയൊരു എമൗണ്ട് എല്ലാ മാസവും SIPക്ക് വേണ്ടി മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സ്റ്റെപ്പ് അപ്പ് SIP ചെയ്യുന്നതാണ്. എന്താണ് സ്റ്റെപ്പ് അപ്പ് SIP? നിങ്ങളുടെ ഇൻകം അല്ലെങ്കിൽ സാലറി കൂടുന്നതിനനുസരിച്ച് എല്ലാ വർഷവും നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി SIP എമൗണ്ട് ഒരു നിശ്ചിത പെർസെൻറ്റേജ് വെച്ച് വർദ്ധിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, മാസം 10,000 രൂപ വെച്ചാണ് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ ആ എമൗണ്ട് 10% വർദ്ധിപ്പിക്കുക. അതായത് 2ാമത്തെ വർഷം മുതൽ മാസം 11,000 രൂപ വെച്ച് അടയ്ക്കാം. 3ാമത്തെ വർഷമാകുമ്പോൾ മാസം 12,100 രൂപ. അങ്ങനെ എല്ലാ വർഷവും SIP എമൗണ്ട് കൂട്ടിക്കൊണ്ടു വരുന്നതിനെയാണ് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്നത്. സ്റ്റെപ്പ് അപ്പ് SIP ചെയ്ത് 10 വർഷം കൊണ്ട് 1 കോടി രൂപ എന്ന ഡ്രീം ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താം? നമുക്ക് നോക്കാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 12% റിട്ടേൺസ് കിട്ടുന്നുവെന്നും എല്ലാ വർഷവും അടയ്ക്കുന്ന SIP എമൗണ്ട് 10% വെച്ച് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ റെഡിയാണെന്നും അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും വെറും 30,600 രൂപ മാത്രം അടച്ച് നിങ്ങൾക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം. ഇനി മറ്റൊരു സെനാരിയോ നോക്കാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 12% റിട്ടേൺസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ എല്ലാ വർഷവും അടയ്ക്കുന്ന SIP എമൗണ്ട് 7.5% വെച്ച് മാത്രം വർദ്ധിപ്പിക്കാനേ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും 33,800 രൂപ വെച്ച് അടയ്ക്കുന്ന ഒരു SIP തുടങ്ങിയാലേ 10 വർഷം കൊണ്ട് 1 കോടി രൂപ എന്ന ടാർഗറ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റൂ. നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാവാൻ റിട്ടേൺസ് മാറുന്നതിനനുസരിച്ച് മാസം എത്ര എമൗണ്ട് SIP അടക്കണമെന്നറിയാൻ ഈ ടേബിളിൽ ഒന്ന് നോക്കിയാൽ മതി. ഒരു ടെൻഷൻ ഫ്രീ ആയ റിട്ടയേർഡ് ലൈഫ് നയിക്കാൻ വേണ്ടത്ര സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് SIP. ഇനി പറയൂ, മ്യൂച്വൽ ഫണ്ട്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഒരു എക്സ്പേർട്ടിന്റെ അടുത്തു നിന്നും പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കൂ.